ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയാനി കിച്ചൺ. ഞാനിന്നിവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് 4 മണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്നാക്കാണ്. അത് ഹെൽത്തി ആയിട്ടുള്ളതാണ്. അത് 4 മണിക്കൊക്കെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്നാക്കാണ്. ഇത് തയ്യാറാക്കിയിരിക്കുന്നത് വാഴപ്പിണ്ടി കൊണ്ടാണ്. അപ്പോൾ വാഴപ്പിണ്ടി കൊണ്ട് ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയി വീഡിയോ കണ്ടിട്ട് വരാം. ഇവിടെ വാഴപ്പിണ്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിന്ന് വാഴപ്പിണ്ടി കൊണ്ട് ഒരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കാം. അപ്പം വാഴപ്പിണ്ടിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ, പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം വാഴപ്പിണ്ടി കൊണ്ട് നമുക്ക് തോരൻ വെക്കാം, കറി വെക്കാം. അപ്പം ഒരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കാം നമുക്കിതുകൊണ്ട്. അപ്പം ഞാനിത് കട്ട് ചെയ്ത് എല്ലാം വെള്ളത്തിലിടാം. കാരണം ഇതിന് കട്ട് ചെയ്ത് വെച്ചാൽ കളറ് ചേഞ്ച് ആവും. അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്ത് വെള്ളത്തിലേക്കിടാം. അപ്പോൾ വാഴപ്പിണ്ടി കൊണ്ട് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാഴപ്പിണ്ടി ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അധികം കൂടുതൽ കുക്ക് ചെയ്തെടുക്കണ്ട, ഒരു 2 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് എടുക്കാം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ള ഒരു 1/4 സ്പൂൺ ഉപ്പിടാം. ഇനി നമുക്കിത് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഉപ്പിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് തിളയ്ക്കട്ടെ. പിണ്ടി 2 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. പിണ്ടിയൊക്കെ നമ്മളിവിടെ വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മസാല കോട്ട് ചെയ്യണം. കോട്ട് ചെയ്തിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ. അതിനുവേണ്ടി ഞാൻ ഒരു സ്പൂണ് നിറയെ അരിപ്പൊടിയും 1 സ്പൂണ് കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ പിണ്ടിയിൽ ഓൾറെഡി ഉപ്പിട്ടാണ് തിളപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, ഞാനൊരു 1/2 സ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ പിണ്ടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ കഷ്ണത്തിലും ഈ പൊടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടില്ല. പിണ്ടിയുടെ നനവ് കൊണ്ട് തന്നെ ഇത് ഫുള്ള് എല്ലാ കഷ്ണത്തിലും പൊടിയെല്ലാം കോട്ടായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു 2-3 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിത് പിണ്ടി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് 1 സ്പൂണോളം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഒരു 1-1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലൊന്നും ചേർക്കാനില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിണ്ടി ഓരോരോ പീസായിട്ട് ഇങ്ങനെ അടർത്തിയിട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് ഇളക്കാൻ പാടില്ല. ഒരു സൈഡൊന്നും മൂത്ത് വന്നതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകിപ്പോവും. ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. 2-3 മിനിറ്റ് കൊണ്ട് ഫ്രൈ ആയി കിട്ടും. ഇനിയൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ടത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. നമ്മൾ ആദ്യം ഇട്ടത് നല്ല ഫ്രൈ ആയി കോരിയെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാം വറുത്ത് കോരിയെടുക്കാം.
നമ്മൾ ഫുൾ ഇവിടെ വറുത്ത് കോരിയിട്ടുണ്ട് പിണ്ടി. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ക്രിസ്പിയാണ്. ചായയുടെ കൂടെയൊക്കെ 4 മണിക്ക് കഴിക്കാനൊക്കെ പറ്റിയൊരു സ്നാക്കാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക്. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് ക്രിസ്പിനെസ് പോകും. അപ്പോൾ ചൂടോടെ കഴിക്കണം. പിന്നെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരും ഒക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് കുറച്ച് മല്ലിയിലൊക്കെ വിതറിയാൽ ചോറിന് വേണ്ടിയിട്ട് ഒരു സൈഡ് ഡിഷായിട്ടും ഇത് ഉപയോഗിക്കാം, ഒരു ഉപ്പേരി പോലെ. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ സിമ്പിളല്ലേ. പിണ്ടിയൊക്കെ കറി വെച്ച് കഴിക്കാനൊക്കെ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇതുപോലെ ഫ്രൈ ആക്കി കൊടുത്താൽ കഴിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം വീണ്ടും നമുക്ക് സിമ്പിൾ വീഡിയോയുമായി മിയാനി കിച്ചണിൽ കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.